പലപ്പോഴും ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോലി ഏതാണ്. നമ്മളെല്ലായ്പ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഫീൽഡിലോട്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പ്രാക്ടിക്കലി ആലോചിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ്, എത്ര സാലറി കിട്ടും നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ ആ ഒരു ജോബിന് എത്ര വരെ സാലറി കിട്ടാം എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റുന്ന രീതിയിൽ ലൈഫ് സ്റ്റൈൽ ഒന്നും കൂടെ മെച്ചപ്പെടുത്തണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അതിൽ ബേസിക്കലി നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുന്നു, നല്ല കോളേജുകളിൽ പോകുന്നു, അവിടെ നിന്ന് നല്ല പ്രൊഫഷനിലൂടെ എത്തിപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനെയും നമ്മുടെ തന്നെ ഒരു ഡ്രീമുകളെയും അച്ചീവ് ചെയ്യുന്നതിലും ഒക്കെ വലിയ റോളുകളുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴുള്ള ഒരു ഡൗട്ട്, ഈ ഒരു സംഭവം നമ്മൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ വേണ്ടത്ര സാലറി കിട്ടുമോ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും അതിലെ ബെസ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ഒരു ജനറലി നോക്കുന്ന സമയത്ത് ഓരോ ഫീൽഡുകളിലും അത്യാവശ്യം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു 5 കാറ്റഗറി ഓഫ് ജോബിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോയിൽ ഒരു അവസരം വരെ കണ്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്കൊരു എഞ്ചിനീയറിംഗ് കാറ്റഗറി എടുക്കാം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അങ്ങനെ ഒരുപാട് സ്ട്രീമുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സ്ട്രീമുകളിൽ ഏറ്റവും കൂടുതൽ സാലറി ഓഫർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സാലറിക്ക് വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. എന്ന് വെച്ചാൽ IT പ്രൊഫഷണൽസാണ്. IT പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ജസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞ് എത്തുന്നവരാണെങ്കിൽ പോലും അതിൽ തന്നെ വീണ്ടും ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. കംപ്ലീറ്റ്ലി കോഡിംഗ് സൈഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ സയൻസ് അങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫീൽഡുകൾ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ബട്ട് നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് വരുന്നവർക്കാണ് ഒരു ഇനീഷ്യൽ സാലറിയൊക്കെ നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ കരിയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിലൊക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ഹൈ ആയി നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു IIT NIT ആ ലെവലിലുള്ള കോളേജുകളാണെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം സാലറി പാക്കേജ്, അല്ലെങ്കിൽ ഒരു ബിഗിനർ സാലറി പാക്കേജ്, ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 20 lakhs per annum മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് അപ് ടു 20, 25, 30 അങ്ങനെ ഓരോ കമ്പനികൾക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടുള്ള പല സാലറി പാക്കേജുകൾ കിട്ടും. അപ്പോൾ 20 lakhs per annum ഏറ്റവും മിനിമം, അല്ലെങ്കിൽ ഒരു ആവറേജ്, ഒരു ബേസിക് ലെവലിൽ ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഒരു നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബെസ്റ്റ് കരിയർ എന്ന് പറഞ്ഞാൽ ഒരു IT പ്രൊഫഷണൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് വെറൈറ്റി ഉണ്ട്. ജസ്റ്റ് IT കാരെന്ന് പറയുമ്പോൾ എപ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നവർ മാത്രമായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യരുത്. അതിലൊരുപാട് വെറൈറ്റി ഓഫ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ജോബുകൾ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന പ്രൊഫഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, എഞ്ചിനീയേഴ്സിൻ്റെ കേസിൽ അവരൊരു 4 years ആയിരിക്കും BTech കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു 2 years ഒക്കെ MTech ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂഷ്വലി 4 years BTech കഴിഞ്ഞിട്ടാണ് അവർ ഈ ജോബിൽ കയറാൻ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു സാലറിയിൽ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു MBBS, ഒരു 5 years MBBS കഴിഞ്ഞിട്ട് ജോലിയിൽ കയറുകയാണെങ്കിൽ അത്ര വലിയ സാലറി ഒന്നും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനുശേഷം അവർ PG കഴിഞ്ഞാൽ, അതായത് MBBS കഴിഞ്ഞ് അതിൻ്റെ MD കഴിഞ്ഞ് ഒരു സ്പെഷ്യലൈസേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറൊക്കെ ആണെങ്കിൽ അവർക്കൊരു ഇനീഷ്യൽ സാലറി 1 lakh to 1.5 lakh per month ഒക്കെ രീതിയിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് നിങ്ങൾ ഓൾറെഡി MBBS കഴിഞ്ഞ് അതിൻ്റെ PG കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ആ ഒരു ലെവലിൽ എത്തുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ ഒരു ടാലൻറ്റും നിങ്ങളുടെ ഒരു സ്കില്ലൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിനുള്ള പ്രൊമോഷൻസ്, ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസിലോട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നത്. സോ ഡോക്ടേഴ്സും അതുപോലെ തന്നെ നല്ല രീതിയിൽ, പിന്നെ അതിൽ ഡോക്ടേഴ്സിൽ തന്നെ നിങ്ങൾക്കറിയാം പല കാറ്റഗറീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നിനനുസരിച്ചിട്ട് അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് വീണ്ടും ഈ പ്രൈസിൽ ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്നതും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കരിയർ തന്നെയാണ്. അടുത്തൊരു തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഒരു മാനേജിങ് പ്രൊഫഷണലാണ്. മാനേജ്മെൻറ്റ് പ്രൊഫഷണലൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്പനികളുണ്ട് അല്ലേ, നമ്മുടെ ചുറ്റും ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികളിലൊക്കെ പല മേഖലകൾ മാനേജ് ചെയ്യാൻ, പല മേഖലകൾ എന്ന് പറയുമ്പോൾ അതിൽ ഫിനാൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ സ്ട്രാറ്റജി ഉണ്ടായിരിക്കും, അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്, മാർക്കറ്റിംഗ്, ഇങ്ങനെ കുറേ മേഖലകളുണ്ട്. ഈ മേഖലകളൊക്കെ മാനേജ് ചെയ്യാൻ നല്ല ബെസ്റ്റ് ടാലൻ്റുള്ള മാനേജേഴ്സിനെ ഓരോ കമ്പനികൾക്കും ആവശ്യമുണ്ട്. അപ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള മാനേജേഴ്സിനെ ഹയർ ചെയ്യുക. IIM പോലെയുള്ള, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് സ്കൂളുകളിൽ നിന്ന്, അല്ലെങ്കിൽ അതുമായിട്ട് പറ്റുന്ന കോളേജുകളിൽ നിന്നാണ് അവർ ഹയർ ചെയ്യുക. ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ കോളേജ് കേട്ടോ, സ്കൂളല്ല, സാധാരണ കോളേജുകൾക്ക്, മാനേജ്മെൻറ്റ് സ്റ്റഡീസ് നടത്തുന്ന കോളേജുകൾക്ക് നമ്മൾ ബിസിനസ് സ്കൂളുകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, IIM പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഇവരുടെ കമ്പനികളിലോട്ട് പല മേഖലകൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ അവർ ഹയർ ചെയ്യും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഇനീഷ്യൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 lakhs അല്ലെങ്കിൽ 30 lakhs ആ ഒരു
ഇൻ ബിറ്റ്വീൻ ആയിട്ട് 30 lakhs per annum അല്ലെങ്കിൽ 25 lakhs per annum എന്നുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ഈ ഒരു കാറ്റഗറി പെടുന്ന ആളുകൾക്ക് ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ IIMൽ മിക്കവാറും ആളുകളൊക്കെ പോകാറുള്ളത് അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 years ഗ്രാജുവേഷനോ അല്ലെങ്കിൽ 4 years ഗ്രാജുവേഷനോ അല്ലെങ്കിൽ MBBS ഒക്കെ ആണെങ്കിൽ 5 years ഒക്കെ ഉള്ള ആ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും IIMൽ പോയി പഠിച്ചിട്ടാണ് അധികം ആളുകളും ഇതിലോട്ട് എത്താറുള്ളത്. അല്ലെങ്കിൽ 1 year പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് IIMകൾ. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു മെയിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2 years PG പ്രോഗ്രാമാണ്. അപ്പോൾ അത് ആ ഒരു ടൈം ഡിലേ അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് അത് റിയലി വർത്താണ്, കാരണം നിങ്ങൾക്ക് ഈ ഒരു സാലറി പാക്കേജിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രൊഫഷണൽസ് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് കോർപ്പറേറ്റ് ലോയേഴ്സാണ്. ഞാൻ പറഞ്ഞു കമ്പനികൾ, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് ഇൻ്റർനാഷണലി ഉള്ള നാഷണലിലുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഈ കമ്പനികളിൽ മാനേജ് ചെയ്യാൻ ആളുകളെ വേണമെന്ന് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ലീഗൽ സൈഡ് നോക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ലീഗൽ അഡ്വൈസേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ലോയേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഈ കമ്പനിയുടെ ലീഗൽ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇതിലേക്കായിരിക്കും അവർ ഇൻവോൾവ് ചെയ്യുക. ചില ലോയേഴ്സിന് ചിലപ്പോൾ CA ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരുണ്ടാവും. CA കഴിഞ്ഞ് ലോയേഴ്സായിട്ടുള്ള LLB ഒക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ പല ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാവും. അപ്പോൾ ഇവർ ആ ഒരു കമ്പനിക്ക് വളരെ ക്രൂഷ്യലാണ്. കാരണം ആ കമ്പനിക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുമ്പോൾ അതിന് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ലോസുമായിട്ട് ഒരുപാട് കാര്യങ്ങളുമായിട്ട് അലൈൻ ചെയ്ത് പോകേണ്ടി വരും. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില കേസുകൾ കോർട്ടിൽ വരികയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇവർക്ക് എന്തായാലും ലീഗൽ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ലോയേഴ്സിനും വളരെ നല്ല രീതിയിൽ ഹൈ സാലറി ഓഫർ ചെയ്യപ്പെടുന്നുണ്ടെന്നതാണ്. ആൻഡ് ദ ഫൈനൽ വൺ നമ്മുടെ പൈലറ്റ്സ് ആണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് എന്ന് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എയർക്രാഫ്റ്റുകളുണ്ട്. നമ്മൾ യൂഷ്വലി ട്രാവൽ ചെയ്യുന്ന എയർക്രാഫ്റ്റ് ഉണ്ട്, പ്രൈവറ്റ് ജെറ്റുകളുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം പല കൺട്രീസിലും നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ്, ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ചില കൺട്രീസിലൊക്കെ എന്തായിരിക്കും അവിടെ കിങ് ഉണ്ടാവും. അപ്പോൾ കിങ്ങിൻ്റെ ഫാമിലിക്കൊക്കെ എന്തുണ്ടാവും, അവർക്ക് പ്രൈവറ്റ് ജെറ്റുകൾ ഉണ്ടാവും. ബിസിനസ്മാനായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്മാനിന് എന്തുണ്ടാവും, അവരുടെ പ്രൈവറ്റ് ജെറ്റുകൾ ഉണ്ടാവും. കമ്പനികൾക്ക് ഉണ്ടാകും. ഇങ്ങനെ പല കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റുകൾ, എയർക്രാഫ്റ്റുകൾ അങ്ങനെ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ഫീൽഡിൽ തന്നെ ഒരു പൈലറ്റ് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പൈലറ്റ്സിന് യൂഷ്വലി കൊമേഴ്ഷ്യൽ പൈലറ്റ്സിനും ഒരു ഇനീഷ്യൽ സാലറി നല്ല രീതിയിൽ തന്നെ 25-30 LP ഒക്കെ വെച്ചിട്ട് 20 LP ആ ഒരു രീതിയിലൊക്കെ ഇനീഷ്യൽ സാലറി ഡിഫറെൻറ്റ് കമ്പനികൾക്ക് അനുസരിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും ഡിഫറൻസ് വരും. പക്ഷേ വളരെ ഹൈ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സാലറി തന്നെ കൊമേഴ്ഷ്യൽ പൈലറ്റ്സിനും ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ്. സോ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു 5 ഫീൽഡ് എടുത്ത് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾ ഏതൊരു ഫീൽഡിൽ പോവുകയാണെങ്കിലും ആ ഫീൽഡിൽ നിങ്ങൾ ബെസ്റ്റായി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഹൈ സാലറി ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ എങ്ങനെ എത്തിപ്പെടും എന്നുള്ളതടുത്താണ് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ ആവുന്നു, അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ അവിടുത്തെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുന്നു, അല്ലെങ്കിൽ ഒരു കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ബെസ്റ്റ് മെഡിക്കൽ കോളേജിലെ അവിടുത്തെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് മാറുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കൺട്രിയുടെ അവിടുത്തെ കിങ്ങിൻ്റെ പ്രൈവറ്റ് ജെറ്റിൻ്റെ ഫുൾ ഇൻചാർജുള്ള ഒരു പൈലറ്റായിട്ട് മാറുന്നു. സോ ഇങ്ങനെയുള്ള പ്രൊഫഷനിലോട്ട് എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ എത്തിപ്പെട്ടതിന് ശേഷം കിട്ടുന്ന സാലറി നമ്മൾ അറിയുന്നു, ഇതൊക്കെ ഓക്കെ. പക്ഷേ എങ്ങനെയാണ് അവിടെ എത്തുക, അതിൻ്റെ പാത്ത് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് വേണം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള പല വീഡിയോസിലായിട്ട് ഓരോരോ പ്രൊഫഷനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ വരും. അപ്പോൾ അതിനൊക്കെ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മളത് വീഡിയോസായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.